2025 പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ മരവിപ്പിച്ച പാകിസ്ഥാനുമായുള്ള നദീജല കരാർ. സിന്ധു നദീജല കരാർ. ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയും അതിന്റെ പോഷക നദികളിലെയും ജലവിനിയോഗം സംബന്ധിച്ച് ഉണ്ടാക്കിയ ഉടമ്പടി. സിന്ധു നദീജല കരാർ. സിന്ധു നദീജല കരാർ രൂപീകരിച്ചത് 1960 സെപ്റ്റംബർ 19. സിന്ധു നദീജല കരാർ ഉടമ്പടിയിൽ ഒപ്പുവച്ചവർ ആരെല്ലാം? ജവഹർലാൽ നെഹ്റു, ഇന്ത്യൻ പ്രധാനമന്ത്രി; അയൂബ് ഖാൻ, പാകിസ്ഥാൻ പ്രസിഡന്റ്. സിന്ധു നദീജല കരാർ ഉടമ്പടിക്ക് മുൻകൈയെടുത്തത് ലോകബാങ്ക്. നൂതന സുരക്ഷാ സംവിധാനമായ കോൺവർജ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ഡിവിഷൻ. മൈസൂരു ഡിവിഷൻ. കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതി. കെ-ടാപ്പ് പദ്ധതി. കെ-ടാപ്പിന്റെ പൂർണ്ണരൂപം കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം. പദ്ധതി ലക്ഷ്യങ്ങൾ എന്തെല്ലാം? കൃഷിയിലും അനുബന്ധ മേഖലകളിലും നവീന സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ ഉൽപാദനം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, സംസ്കരണം, വിപണനം തുടങ്ങിയ മേഖലകളിൽ മുന്നേറ്റം കൈവരിക്കുക. സാമൂഹിക പരിഷ്കർത്താവ് സി കേശവന്റെ വെങ്കല പ്രതിമ സ്ഥാപിച്ചതെവിടെ? കോഴഞ്ചേരി. ആരായിരുന്നു സി കേശവൻ? തിരുക്കൊച്ചി മുൻ മുഖ്യമന്ത്രിയും SNDP യോഗം മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയതെന്ന്? 1935 മെയ് 11. എന്തിനെതിരെയാണ് സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്? ഈഴവർക്കും മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യവും വോട്ടവകാശവും സർക്കാർ ജോലിയും നിഷേധിച്ചതിനെതിരെ. ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ച് 2025 ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ട നഗരം? റിയോ ഡി ജനീറോ. 2024-25 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി? US. തുടർച്ചയായി എത്രാം തവണയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി US മാറുന്നത്? 4ാം തവണ. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏത് രാജ്യവുമായാണ് ഇന്ത്യക്ക് വ്യാപാര കമ്മി ഉണ്ടായിരിക്കുന്നത്? ചൈന. ലോകത്തിലെ ആദ്യ 3D പ്രിന്റ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം? ജപ്പാൻ. എത്ര മണിക്കൂർ എടുത്താണ് ജപ്പാൻ ലോകത്തിലെ ആദ്യ 3D പ്രിന്റ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത്? 6 മണിക്കൂർ. 2ാം തവണയും സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കിയ ISRO ദൗത്യം? സ്പേസ് ഡെക്സ്. എന്നാണ് സ്പേസ് ഡെക്സ് വിക്ഷേപിച്ചത്? 2024 ഡിസംബർ 30. സ്പേസ് ഡെക്സ് ആദ്യമായി സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കിയതെന്ന്? 2025 ജനുവരി 16. സ്പേസ് ഡെക്സ് സ്പേസ് അൺഡോക്കിംഗ് നടത്തിയതെന്ന്? 2025 മാർച്ച് 13. സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ. വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കുവാനും വാങ്ങുവാനുമായി
ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കേരളം. ആരുടെ നേതൃത്വത്തിലാണ് ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്നത്? കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്. വിസ്ഡൻ ക്രിക്കറ്റേഴ്സ് അൽമനാക് 2025 മെൻസ് ലീഡിംഗ് ക്രിക്കറ്റർ ഇൻ ദ വേൾഡ് പുരസ്കാരം ലഭിച്ചത്? ജസ്പ്രീത് ബുംറ. വിസ്ഡൻ ക്രിക്കറ്റേഴ്സ് അൽമനാക് 2025 വുമൻസ് ലീഡിംഗ് ക്രിക്കറ്റർ ഇൻ ദ വേൾഡ് പുരസ്കാരം ലഭിച്ചത്? സ്മൃതി മന്ദാന. ക്രിക്കറ്റേഴ്സ് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹരായവർ: ഗസ് ആറ്റ്കിൻസൺ, ജെമി സ്മിത്ത്, ലിയാം ഡോയ്സൺ, ഡാൻ വോറൽ, സോഫി എക്ലിസ്റ്റോൺ. അടുത്തിടെ ഇന്ത്യയുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട ചൈനീസ് ആപ്പ്? അബ്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പഠിപ്പി.